الحمد لله الذي أكمل لنا الدين وأتم علينا النعمة ورضى لنا الإسلام دينا والصلاة والسلام على النعمة المسداة والرحمة المهداة نبينا محمد بن عبد الله وعلى آله وصحبه ومن والاه أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട് അൽഹംദുലില്ലാഹ് ഈദ് മുസല്ലയിലാണ് നാം ഏവരും പങ്കുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാൻ എന്നത് ധാരാളം കർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന, നമ്മുടെ അമലുകൾക്ക് ഏറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുപ്പം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ച മാസമായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അടുത്ത റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകുമോ? അതുപോലെ തന്നെ അല്ലാഹു നമുക്ക് റമളാനിൽ വ്രതമനുഷ്ഠിക്കാനുള്ള ആഫിയത്ത് നൽകുമോ എന്നുള്ള വിഷയമൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയുകയില്ല. എന്നാൽ ഇക്കഴിഞ്ഞ റമളാനിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ജീവിക്കാനും അമലുകളുമായി മുന്നോട്ട് പോകുവാനുമുള്ള സൗഭാഗ്യം നൽകി എന്നുള്ളതിൽ നമ്മൾ ഏറെ സന്തോഷം പങ്കിടേണ്ട ആളുകളാണ്. നന്മകളുടെ തെളിനീർ അതിങ്ങനെ റമളാനിൽ ഒഴുകിയതുപോലെ റമളാൻ കഴിഞ്ഞുള്ള അല്ലെങ്കിൽ ഈ റമളാനിന് ശേഷമുള്ള ഒരു ജീവിതത്തിലും പ്രിയമുള്ളവരെ ആ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. ഈദ് മുസല്ലയിലെ ഈ പുത്തനുടുപ്പൊക്കെ ഇട്ട് അത്തറൊക്കെ പൂശി അങ്ങനെ മണത്ത് ആളുകൾ നമ്മളെ അടുത്തെത്തുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇതേ സന്തോഷം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിലും ഈ അത്തറിന്റെ മണം പോലെ നമ്മുടെ ഈദ് മുസല്ലയിൽ എത്തിയ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളിലും ഈ ഒരു സുഗന്ധം സദാസമയവും നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈദ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഫൽ ഈദു ഫീ മഅനാഹു അദ്ദീൻ, ദീനിപരമായിട്ട് ഈദിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുക്രൻ ലില്ലാഹി അലാ തമാമിൽ ഇബാദ, അമലുകൾ പൂർത്തീകരിച്ച് ഇബാദത്തുകൾ പൂർത്തിയാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള ശുക്റാണ് ഈദ് എന്നത്. എല്ലാ ഇബാദത്തുകളും പരസ്പരം അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു മാസമായിരുന്നു ഷഹ്റു റമളാൻ എന്നത്. നമ്മുടെ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, അതുപോലെ തന്നെ ഉംറയുമായി ബന്ധപ്പെട്ട്
റമദാനിൽ ഒരു ഉംറ എന്ന് പറയുന്നത് ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ എല്ലാ ഇബാദത്തുകളും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ശഹ്റു റമദാൻ എന്ന്. ഫർളായ കാര്യങ്ങൾ തന്നെ പരസ്പരം കണ്ടുമുട്ടുന്നു. അതിനൊപ്പം ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മഹനീയമായ സന്ദർഭമായിരുന്നു റമദാൻ എന്നത്. മാനുഷികമായി നോക്കിയാൽ അല്ലെ, നല്ല ഇണയുള്ള ഒരു ധന്യതയുള്ള ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ, ഒരു വനിയായ മനുഷ്യന് നല്ല ധന്യത കിട്ടുന്ന ഒരു സമയമാണ്. ആകാശ ലോകത്തു നിന്നുള്ള വഹിയിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും കാരുണ്യവും നീതിയുമെല്ലാം വന്നിറങ്ങുന്ന മാസമാണ് ശഹ്റു റമദാൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, അങ്ങനെ റമദാൻ കിട്ടിയ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളും പുറവും സന്തോഷങ്ങൾ നിറഞ്ഞതാകണം. നമ്മുടെ ഉള്ളും പുറവും ഒരേ രൂപത്തിൽ എങ്ങനെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലിസ്വാഇബി ഫർഹത്താൻ, നോമ്പുകാരനായ മനുഷ്യന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്, അല്ലെ, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ലിഖാഇന്റെ സമയത്തുള്ള സന്തോഷം. ഒന്നാമത്തത് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി. ഒന്നാമത് റസൂലുള്ളാഹി എണ്ണിയത് ഈദുൽ ഫിത്റിന്റെ ആ ഒരു സമയത്ത് കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം. ഈ രണ്ട് രൂപത്തിലും വേണ്ടി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി എന്ന് പറഞ്ഞാൽ അത് ഈദുൽ ഫിത്ർ ആണെന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാം. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സന്തോഷങ്ങളിലും നമുക്ക് പങ്കുകൊള്ളാൻ കഴിയണം. യഥാർത്ഥ നോമ്പിന്റെ സൗന്ദര്യവും അതിന്റെ പൂർണ്ണതയും സന്തോഷവും ആർക്കാണ് ലഭിക്കുക? റമദാൻ 29 അങ്ങനെ പൂർത്തീകരിച്ചു. നമ്മൾ 30 അള്ളാഹു നമുക്ക് നൽകി. എന്നാൽ മറ്റു ചില ആളുകൾക്ക് 30 നൽകി പൂർത്തിയാക്കി. 29 അള്ളാഹു നമുക്ക് വിധിച്ചത്. ആ നോമ്പ് പൂർണ്ണമായും വളരെ ആനന്ദത്തോടുകൂടി ഹൃദയത്തിലേറ്റി നമ്മൾ നിർവഹിച്ചു. അല്ലെ, ശക്തമായ ചൂടുണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ആ നോമ്പിനെ പിടിച്ചു വിടുമ്പോൾ അതിന്റെ ആ ഒരു സന്തോഷത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചൊല്ലേണ്ട വാചകങ്ങളാണ് തക്ബീറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഹിദായത്തിന് വേണ്ടി, അല്ലെ, ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന്റെ സന്തോഷമാണ് ഈദ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ നോമ്പിന്റെ ദിനരാത്രങ്ങളെ പൂർത്തീകരിച്ചു. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ തക്ബീറുകൾ മുഴക്കുന്നു. ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ തക്ബീർ മുഴക്കുന്നത്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ അതിങ്ങനെ കഴിഞ്ഞുപോയി. ആ കർമ്മങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച്, പക്ഷേ ഹിദായത്ത് ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം തക്ബീറിന്റെ മുഴക്കങ്ങൾ, അവൻ ചൊല്ലുന്ന തക്ബീറുകൾക്ക് അർത്ഥമില്ലാതായി പോകും. നമ്മുടെ തക്ബീർ എന്തിന്റെ പേരിലാണ് മുഴക്കേണ്ടത്? ഹിദായത്ത് ലഭിച്ചതിന്റെ പേരിലാണ് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ഹുദ എന്ന് പറഞ്ഞാൽ? സന്മാർഗം എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ പ്രവാചകന്മാർ അഖിലവും അവരുടെ ഉള്ളിൽ തട്ടി ജനങ്ങളോട് പറഞ്ഞ ഹിദായത്തിന്റെ മാർഗങ്ങൾ, അല്ലെ, സന്മാർഗത്തിന്റെ വഴികൾ, ആ ഒരു ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശങ്ങളായിരുന്നു മുൻഗാമികളായ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു വെച്ചത്. ആ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരാൻ സാധിക്കുന്നതിലൂടെയാണ് അവൻ തക്ബീർ മുഴക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയതിന്റെ പേരിലാണ് നിങ്ങൾ തക്ബീർ മുഴക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു ഈ ഹിദായത്തിന്റെ വരികൾ. അല്ലെ, വളരെ മനോഹരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപ്പയെ വിളിക്കുന്നുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പുന്നാര വാപ്പ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഈ കണ്ട വിഗ്രഹങ്ങളോട്, ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളോട് നിങ്ങൾ എന്തിനാണ് ആരാധനകൾ അർപ്പിക്കുന്നത്? അങ്ങനെ ചെയ്യരുത് വാപ്പ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷമാണ് ഹിദായത്തിന്റെ മാർഗം പറഞ്ഞത്. അല്ലെ, 950 വർഷം
950 വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു സമയമാണ്. 1000 വർഷത്തിന് വെറും 50 വർഷം മാത്രം പിന്നിടുന്ന സമയം വരെ നൂഹ് നബി വസ്സലാം ഈ ആദർശം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി വഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു. ഹിദായത്തിന്റെ മാർഗ്ഗങ്ങൾ, അല്ലാഹ് അല്ലാത്ത ഒന്നിനെയും ആരാധിക്കരുത് എന്നുള്ള സന്ദേശം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ തക്ബീർ മുഴക്കുമ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ തക്ബീർ കൊണ്ട് അർത്ഥം ഉണ്ടാവുകയില്ല എന്ന്. അതാരായാലും എത്ര വലിയ സൃഷ്ടിയായാലും ഏത് സൃഷ്ടിയോടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് തൗഹീദിൽ നിന്ന് വിട്ട് അള്ളാഹ് അല്ലാത്ത ഒന്നിലേക്ക് മടങ്ങാൻ പാടില്ല എന്ന്. അള്ളാഹു അല്ലാത്ത ഒരുവനിലേക്ക് ആരാധനകൾ മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അമലുകൾ പൊളിഞ്ഞു പോകും, അത് ബാത്തിലായി പോകും. അങ്ങനെയാകാൻ പാടില്ല എന്നാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ തക്ബീർ മുഴക്കേണ്ടത് എന്നാണ്. അപ്പോ ലോകത്ത് ഒരുപാട് ആളുകൾ മക്ബറകളെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ദുനിയാവിലുണ്ട്. അള്ളാഹ് അല്ലാത്ത ഏതൊന്നിനെ ആരാധിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് സുരക്ഷിതത്വം ലഭിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. വലഅല്ലക്കും തശ്കുറൂൻ എന്നിട്ട് അള്ളാഹു പറയുന്നത്, തക്ബീർ മുഴക്കുന്നതോടൊപ്പം വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. അല്ലെ, ഹിദായത്ത് ലഭിച്ചു എന്നതിനൊപ്പം ആ ഹിദായത്തിന്റെ വിഷയത്തിൽ നമുക്ക് ശുക്ർ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നവരെക്കാളും വഴിപിഴച്ചവനാരുണ്ട്. ഖിയാമത്ത് നാൾ വരെയും, ഖിയാമത്തിന്റെ ആ ഒരു സമയം വരെയും ഖിയാമത്ത് സമയം വരെയും ഈ ആരാധിക്കപ്പെടുന്ന അതൊന്നും ഉത്തരം നൽകുകയില്ല എന്ന്. നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, അത് എത്ര വലിയ തങ്ങളായാലും എത്ര വലിയ ബീവിയായാലും എത്ര വലിയ പ്രവാചകന്മാരായാലും ശരി, അവരോടൊന്നും പ്രാർത്ഥനകളോ ആരാധനകളോ അർപ്പിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ തൗഹീദിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്കും വരാൻ പാടില്ല എന്നാണ് റമദാനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ലഭിച്ച ഹിദായത്തിന്റെ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ശുക്റുള്ള മനുഷ്യന്മാരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി കൂടുതൽ അടുക്കാനും കൂടുതൽ ഇബാദത്തുകൾ അർപ്പിക്കാനും റമദാനിൽ നമ്മൾ ഏറെ കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, ഇസ്തിഗ്ഫാറുകൾ ചെയ്തു, തൗബ ചെയ്തു, ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു. ഹിദായത്ത് ലഭിച്ച ഒരുപാട് മനുഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമദാൻ എന്നത് വലിയ നഷ്ടമായിട്ടാണ് അവർ കരുതുന്നത്. കാരണം റമദാൻ അത് പിരിഞ്ഞു പോകുമ്പോഴുള്ള ഉള്ളിലുള്ള വിഷമങ്ങളുണ്ട്. പക്ഷേ ആ റമദാൻ കഴിയുമ്പോഴും അതിനെ നിലനിർത്താൻ മുൻഗാമികളായ ആളുകൾ 6 മാസക്കാലം റമദാൻ കഴിഞ്ഞാലും ദുആ ചെയ്തിരുന്നു എന്നാണ്. എന്തിനു വേണ്ടി? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി. അത്ര കണ്ടവർ ദുആ ഇരുന്നിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നന്ദിയുടെ ഒരു സൂചകമായ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുൻഗാമികൾ റമദാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി റബ്ബിനോട് തേടണം. അല്ലെ, നമുക്ക് ഒരുപാട് സൗകര്യങ്ങളാണ് ദുനിയാവിൽ. തിന്മകൾ എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മളിങ്ങനെ മൊബൈൽ മാറ്റിവെച്ചൊരു സമയമായിരുന്നു റമദാൻ എന്നത്. പക്ഷേ റമദാൻ കഴിയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യൽ മീഡിയകളിലെ ആ വാർത്തകൾ കണ്ട് അതിന്റെ പിന്നാലെ കൂടി അങ്ങനെ തിന്മകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കുട്ടികൾ രാത്രി കാലങ്ങളിൽ ഒരുപാട് ഗെയിമുകളിലാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയ ചാറ്റ് റൂമുകളിലാണ് കുട്ടികൾ. അവരെ എല്ലാവരെയും തിരിച്ചു വിളിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കളും അത്തരം തിന്മകളിലേക്ക് കടന്നു പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ നല്ല ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. കച്ചവട രംഗത്ത് ഹലാലും ഹറാമും നോക്കാതെ ഇടപെടുന്ന മനുഷ്യന്മാരുണ്ട്. റമദാൻ നമ്മൾ ഏറെ ശ്രദ്ധിച്ചു, അതെങ്ങനെയാണ്, ആ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ റമദാൻ കഴിയുമ്പോൾ വീണ്ടും ഹറാമുകളിലേക്ക് പോകുന്നവർ, നോമ്പിന്റെ ചൈതന്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ബിസിനസ്സുകൾ പലപ്പോഴും നോക്കാതെയാണ് ആളുകൾ ചെയ്യുന്നത്.
അതിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്നൊന്നും നോക്കാതെ അള്ളാനെ പേടിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരായി സമൂഹത്തിലെ ആളുകൾ മാറുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനാണ് അള്ളാഹു വഴികൾ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി റമദാൻ കഴിഞ്ഞുള്ള ഈ സമയത്തും നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ റമദാനിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കാനുള്ള ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് സദാസമയവും ഒരു ജാഗ്രത റമദാൻ എത്ര ശ്രദ്ധിച്ചോ അതിനേക്കാൾ ഏറെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന്റെ റമദാനിന്റെ മാധുര്യം അതിങ്ങനെ രുചിച്ച് അത് തിന്മകളോട് ഒരു നിലക്കും രാജിയാകാത്ത രൂപത്തിൽ അതിനോടൊരു വെറുപ്പ് വരുന്ന രൂപത്തിലേക്ക് നമ്മൾ ആയിത്തീരണമെന്ന്. നമ്മൾ കൊണ്ടു നടന്ന പല തിന്മകളുമുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, റമദാനിൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കി. മദ്യപിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർ തൗബ ചെയ്തു മടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചെത്തി നന്മകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളായി മാറി. അതുപോലെ തന്നെ മോശമായ പല രൂപത്തിലുള്ള തിന്മകളും പല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ റമദാനിന് മുമ്പുള്ള കാലത്തുണ്ടായിരുന്നുവെങ്കിൽ റമദാനിൽ നമ്മൾ പലതും അങ്ങനെ ഒഴിവാക്കിയിട്ട് നല്ലൊരു മനുഷ്യനായി നല്ലൊരു മുത്തഖിയായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചത്. റമദാൻ കഴിയുമ്പോഴും പ്രിയമുള്ളവരെ ഈ ഒരു സൂക്ഷ്മതാ ബോധം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. മാത്രമല്ല അകലുന്ന ബന്ധങ്ങളുണ്ട്. മനുഷ്യന്മാർ പരസ്പരം അകന്നു നിൽക്കുകയാണ്. റമദാനായിട്ടും അല്ലെങ്കിൽ ഈദായിട്ടും ഒന്ന് കൈ കൊടുക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ബന്ധങ്ങൾ സ്ഥാപിക്കാനോ പലപ്പോഴും മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്ന്. ദുനിയാവിന്റെയും സമ്പത്തിന്റെയും ആഡംബരങ്ങളുടെയും പേരിലാണ് പല പിണക്കങ്ങൾ. അല്ലെ, പരസ്പരമുള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ പോലും പലപ്പോഴും ശിഥിലമാകുന്ന അവസ്ഥയിലേക്കാണ് ആളുകളുള്ളത്. പിന്നെങ്ങനെയാണ് ഈദ് മുസല്ലയിലിരുന്ന് നമുക്ക് സന്തോഷം പങ്കിടാൻ കഴിയുക? ഒന്ന് വിളിച്ച് നമ്മളുമായി വെറുപ്പുള്ള നമ്മളുമായി വിഷമമുള്ള ഒരാളുമായുള്ള ഒരു ബന്ധം ഒരു ഇസ്ലാഹോട് കൂടി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ സംസാരിച്ചു തുടങ്ങാൻ എനിക്ക് നിങ്ങൾക്കും ഈദ് മുസല്ലയിൽ നിന്ന് സാധിക്കണം. യൗമുൽ അർഹാമാണ് അല്ലെ, കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ് എന്നാണ് ഈദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഭാര്യ അവളുടെ വീട്ടിലാണ്, മക്കൾ വേറൊരു വഴിക്കാൻ, അതുപോലെ തന്നെ ഭർത്താവ് വേറൊരു വഴിക്കാണ്. ഇങ്ങനെ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുമായി അല്ലെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ശിഥിലമാകുന്ന ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ നിൽക്കുന്നത്. അവിടെ പോണെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ മക്കൾ ഏതെങ്കിലും വഴിക്ക് പോട്ടെ, ഞാൻ ഇങ്ങനെ പോകൂ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെയാകാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹത്തൽ ലുഖ്മത തലാഹാ ഫീ ഇംറാതിക, നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുത്ത് അങ്ങനെ സന്തോഷം പങ്കിടേണ്ട ദിവസമാണ് ഈദുൽ ഫിത്ർ എന്ന്. അങ്ങനെ സന്തോഷം പങ്കിടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉയർന്നു വരാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ ഉണ്ടായിത്തീരും. നമ്മുടെ റമദാൻ അത് പൂർണ്ണമാകുന്നത്, നമ്മുടെ ഈദിന്റെ സന്തോഷം അത് നമ്മുടെ കൽബുകളിലേക്ക് വസന്തമായി എത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റമദാനിന്റെ ഈ ഒരു ദിനരാത്രങ്ങൾ പിന്നിട്ട് ഈദ് മുസല്ലയിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അയ്യുഹൽ മുസ്ലിമുൽ മുസ്തബ്ശിർ ബിൽ ഈദ്, ഈദ് കൊണ്ട് സന്തോഷിക്കുന്ന മനുഷ്യ, ലാ ശക്ക അന്നക തസ്തഇദു ഔ ഖദ ഇസ്തഅദത ലിൽ ഈദ് അബൻ കുന്ത ഔ ഉമ്മൻ ഔ ശാബൻ ഔ ഫതാതൻ വലാ റൈബ അന്നക അഖത്ത ഉഖബതക. നിന്റെ ഹദിയകളെല്ലാം അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നീ ഒരു പിതാവാണെങ്കിൽ, നീ ഒരു ഉമ്മയാണെങ്കിൽ, നീ ഒരു യുവാവാണ് എങ്കിൽ, അങ്ങനെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും വിളിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ എല്ലാ ഹദിയകളും ഒക്കെ നൽകിക്കൊണ്ട് ഈദുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കൊണ്ട്, അതുകൊണ്ടെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നന്ദിയുള്ള മനുഷ്യനായി തീരാൻ. അതുകൊണ്ട് ഇതിന്റെ ഏടുകൾ, നിന്റെ കർമ്മങ്ങളുടെ ഏടുകൾ നിന്റെ കൈകളിലേക്ക് ലഭിക്കുന്ന സമയത്ത് അതിങ്ങനെ നൂറായി പ്രകാശമായി വരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരുങ്ങുന്നതെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുങ്ങുന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമാണ് എന്നാണ്. അക്രമു ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറെ ആദരിക്കപ്പെടുന്ന ആളുകളാണ് അവർ. പക്ഷേ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ സാഹോദര്യവും മനുഷ്യത്വവും ഉള്ള മനുഷ്യനായി തീരണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചു. നമുക്ക് ചുറ്റും ധാരാളം പ്രയാസമുള്ള ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ മറക്കാൻ പാടില്ല.
അവരുടെ ഉള്ളിൽ സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈദ് മുസല്ലയിൽ നിന്ന് പിരിയുമ്പോൾ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്തു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കുടുംബ ബന്ധങ്ങളാകട്ടെ, സഹോദര ബന്ധങ്ങളാകട്ടെ, ഏത് ബന്ധങ്ങളാകട്ടെ, ബന്ധങ്ങളെല്ലാം ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ച് നന്മകളുമായി മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നമ്മൾ. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഈദിന്റെ പ്രഭാതമായി കഴിഞ്ഞാൽ നീ നിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കണം, നിന്റെ ഇണയുമായി ഇണക്കമുണ്ടാക്കണം, നിനക്ക് പ്രിയപ്പെട്ട ആളുകൾ നിന്റെ സഹോദരങ്ങളുമായി നീ ബന്ധം സ്ഥാപിക്കണം, നിന്റെ ഖരീബായി നിൽക്കുന്ന നിന്റെ കുടുംബ ബന്ധങ്ങളോട് നീ സാഹോദര്യം സ്ഥാപിക്കണം, എല്ലാവരെയും വിളിച്ചുകൂട്ടി ഭക്ഷണത്തിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് സന്തോഷം പങ്കിടണം, നല്ല പാനീയങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി പകർന്നു നൽകണം. ഇങ്ങനെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് ഈദിന്റെ സന്തോഷങ്ങൾ പങ്കിടണം. പലപ്പോഴും പല കുടുംബങ്ങളിലും ഒറ്റക്കങ്ങനെ ജീവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും, മറ്റു ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അങ്ങനെ ആകാൻ പാടില്ല എന്ന് വീണ്ടും പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ യതീമീങ്ങളെ കുറിച്ച് ആലോചിക്കണം, നിങ്ങൾ യതീമീങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഈ പ്രഭാതത്തിന്റെ വേളയിൽ ഉപ്പയുടെ വാത്സല്യം എന്തെന്നറിയാത്ത മക്കളാണവർ. അതുപോലെ തന്നെ ഭർത്താവിന്റെ പുഞ്ചിരി അറിയാത്ത ഒരുപാട് വിധവകളായ ആളുകളുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. മക്കൾ നഷ്ടപ്പെട്ടു പോയ പിതാക്കന്മാരെ കുറിച്ചും അതുപോലെ തന്നെ മക്കളെ ഉമ്മമാരെ കുറിച്ചുമൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ കഴിയണം. ഒരുപാട് ആളുകൾ അല്ലെ വ്യത്യസ്ത നാടുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അക്രമികളായ ആളുകൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. എല്ലാ പിച്ചി ചിന്തകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ചിന്തയുണ്ടാകേണ്ട സമയമാണിത്. നിങ്ങൾ ഈദ് ആഘോഷിക്കുമ്പോൾ അവർക്ക് ഈദിന്റെ മുസല്ലയിലെത്താൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം ഒരു ചിന്തയും ഒരു ഹൃദയസ്പർശിയായ ഒരു നല്ല ഹൃദയമായി നല്ല ഒരു വിശാലമായ മനസ്സിലേക്ക് നമ്മൾ ഏവരും ഉയർന്നു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതുപോലെ ഇങ്ങനെ കണ്ണുനീർ ഇങ്ങനെ പൊഴിക്കുന്ന മനുഷ്യന്മാർ, അതുപോലെ തന്നെ നാറിലേക്ക് തീയിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യന്മാർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകൾ ലോകത്തിന്റെ നാനാ തുറകളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരു റാഹത്തുള്ള ഭക്ഷണം കിട്ടണില്ല അല്ലെ, നല്ല നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു വിശാലമായ ഒരു ഭക്ഷണം അവരുടെ മുന്നിൽ എത്തുന്നില്ല. അവരിങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മൾ ഈദ് മുസല്ലയിൽ ഇരിക്കുന്നു, നമ്മൾ ഈദുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഈദിന്റെ വസ്ത്രങ്ങൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഈദിന്റെ അത്തർ പൂശുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് 1000 വട്ടം പറയാൻ നമുക്ക് കഴിയുന്നതോടൊപ്പം ഇത്തരം ചിന്തകൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ഒരു ഹൃദയവിശാലതയും നന്മയും ഒക്കെ നമ്മുടെ സദാസമയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്ന് ചിന്തിക്കണം. നമ്മൾ സുലോലുപരാൻ വിശാലമായ അവസ്ഥയിലാണ്. ദാരിദ്ര്യമുള്ള മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കഴിയുന്ന നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകുന്നതിനാണ് പാവപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കാൻ. അതോടൊപ്പം നമ്മുടെ റമദാനിൽ വന്ന കുറവുകൾ ഇത് പരിഹരിക്കപ്പെടാനൊക്കെയാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഈ ഒരു അവസരം അത് സംതൃപ്തമായി നമ്മൾ ജീവിക്കുക. ആഘോഷങ്ങളാണ്, പക്ഷേ അത് അതിരിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാൻ പാടില്ല. റോഡുകളിൽ ബൈക്ക് റേസും ബഹളങ്ങളും ഒക്കെയായി കടന്നു പോകുന്ന യുവാക്കളെ കാണാൻ പറ്റും. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക ഒന്നുമല്ല. മറിച്ച് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക, നമ്മുടെ അയൽപ്പക്കങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുക, എത്ര നന്മകൾ ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു ഓഹരി ഈദ് മുസല്ലയിൽ നിക്ഷേപിക്കൽ സുന്നത്താൻ അല്ലെ, നമ്മുടെ ഒരു സമ്പത്തിന്റെ ഒരു വിഹിതം റബ്ബിന്റെ മാർഗത്തിൽ അങ്ങനെ കൊടുത്ത് ഈദ് മുസല്ല പിരിയുമ്പോൾ അതെല്ലാം അങ്ങനെ നൽകി മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറണം. മാത്രമല്ല ഈദ് മുസല്ലയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഈദിന്റെ സന്ദേശങ്ങൾ നൽകുന്ന കാർഡുകൾ ഉണ്ടാകും. അതെല്ലാം വലിച്ചെറിഞ്ഞു പോകാതെ ചില നന്മകൾ അതിനകത്തുണ്ടാകും. അതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി അതിലിടപെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല സൂചിപ്പിക്കാനുള്ളത് ധാരാളം വിജ്ഞാന നമ്മുടെ മക്കൾ പഠിക്കാനുള്ള വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കൊല്ലായിൽ ഹിഫ്ള് സ്ഥാപനമുണ്ട്,
അതുപോലെ തന്നെ ആറ്റിങ്ങൽ പ്രദേശത്ത് ഇവിടെ കോളേജ് ഉണ്ട്. നമ്മൾ ദീന് പഠിക്കാൻ, നമ്മുടെ മക്കൾ ദീനും അമലുമായി മുന്നോട്ട് പോകണം, നല്ല ദീനുമായ ഒരു ചിന്തയിലേക്ക് ഉയർന്നു വരണം. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധയുണ്ടാകണം. ജാമിയ അൽ ഹിന്ദിന്റെ അഡ്മിഷൻ, അതുപോലെ ദാറുൽ അർക്കമിന്റെ അഡ്മിഷൻ, അതുപോലെ കൊല്ലായി ഹിഫ്ള് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ ദീന് പഠിച്ചു വളരണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനും പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. തിരിച്ചറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടാകണമെന്നാണ് അവസാന ഭാഗത്ത് സൂചിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നല്ല അടുപ്പമുള്ള ആളുകളായി, പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ അത് റമദാൻ മാസത്തിന്റെ ചൈതന്യം നിലനിർത്തുന്നതോടൊപ്പം റമദാൻ കഴിഞ്ഞും ഇത് ഇൻഷാ അല്ലാഹ് നിലനിർത്തണമെന്നുള്ള ആഗ്രഹവുമായി നമ്മൾ മുന്നോട്ട് പോകണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അമലുകൾ കൊണ്ട് നിറഞ്ഞ ആ പകലും രാവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ രോഗമുക്തി നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത് മുസ്തഖറ വ മുഖാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.